ഹായ്, ഇന്ന് നമ്മളിവിടെ ഒരു ബീഫ് വലത്തിയതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബീഫ് വലത്തി എന്ന് പറയുമ്പോൾ ബീഫ് ഫ്രൈ എന്നോ അങ്ങനെയൊക്കെ പറയാം. അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇത് 1 കിലോ ബീഫാണ്. ബീഫ് വേണം, പിന്നെ ഉപ്പ്, ഇത് മല്ലിപ്പൊടി, ഇത് ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഇറച്ചി മസാലപ്പൊടി, വിനാഗിരി അല്ലെങ്കിൽ വിനീഗർ, പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ജിഞ്ചർ ഗാർലിക് അതാണ് ജിഞ്ചറും അത് പേസ്റ്റ് എന്ന് പറയാം. പിന്നെ ചോപ്പ് ചെയ്ത സബോള വേണം, ചെറുതായിട്ട് കട്ട് ചെയ്ത ഒണിയൻ വേണം, ചെറിയ ഉള്ളി വേണം, ചുവന്നുള്ളി വേണം, പച്ചമുളക് വേണം, പിന്നെ തേങ്ങാക്കൊത്ത് വേണം, പിന്നെ കറിവേപ്പില വേണം. ഇത് നമുക്ക് ഉണ്ടാക്കുന്ന എങ്ങനെ നോക്കാം. അതിൽ തന്നെ ഓൺ ചെയ്യുക. അത് ചൂടായി കഴിയുമ്പോൾ നമ്മൾ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ, ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒലിവ് ഓയിലാണ്, ആവശ്യത്തിനുള്ള ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത്തിരി കൂടെ ടേസ്റ്റ് കൂടും. പക്ഷേ വെളിച്ചെണ്ണ കഴിക്കാൻ പാടില്ലാത്തവർക്ക് ഇതേപോലെ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാൻ നല്ലതാണ്. നമ്മുടെ എണ്ണ ചൂടാകാൻ തുടങ്ങി. അപ്പം എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അതിനകത്ത് ഇടുക. സവോളയുടെ കൂട്ടത്തിൽ നമുക്ക് ഈ തേങ്ങാക്കൊത്ത് ഇടാം. തേങ്ങാക്കൊത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ കിടന്ന് ചെറിയൊരു ഫ്രൈ പരുവാകും. അപ്പം അത് ഈ ഇറച്ചിയുടെ കൂട്ടത്തിൽ ഒരു കടിക്കാൻ നല്ല ഒരു രസമായിരിക്കും. നമ്മുടെ സവോള ചെറുതായിട്ടൊന്ന് വാടുമ്പോൾ നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ചുമന്നുള്ളി അല്ലെങ്കിൽ ചെറിയ ഉള്ളി അത് നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഇടാം. ഇട്ട് അതിനെ ഇളക്കി ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നിടം വരെ ഇളക്കുക. ഒന്ന് വരട്ടുക എന്നൊക്കെ പറയില്ല, അത് തന്നെ. അതാവുന്നിടം വരെ നമുക്ക് ഇങ്ങനെ ഇളക്കാം. നമ്മളിവിടെ ഒരു കിലോ ബീഫാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് നമ്മൾ വെറും ഒരു വലിയ സവോള ആണെങ്കിൽ ഒരു 3 എണ്ണം അത്രയും അത് മതിയായിരിക്കും. ഒത്തിരി സവോള ആയി കഴിഞ്ഞാൽ ഒരു മതിരിപ്പ് വരും കറിക്ക്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒത്തിരി സവോള വേണ്ട. പിന്നെ ചുവന്നുള്ളി ഇടുന്നോറും അത് കറിയുടെ ടേസ്റ്റ് കൂടും. ചുവന്നുള്ളി നല്ലതാണ്, അത്രയും ഇത് വരില്ല. ചുവന്നുള്ളി ഇടുവാണെങ്കിൽ അത് ചെറിയ ഉള്ളി, ചുവന്നുള്ളി മീൻസ് ചെറിയ ഉള്ളി. ചെറുതായിട്ട് വാടാൻ തുടങ്ങി, ചെറിയൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ വരാൻ തുടങ്ങി. കുറച്ചും കൂടെ ആണ്. ഇപ്പം നമുക്ക് ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഞാനിവിടെ ഒരു 4 പച്ചമുളകാണ്. അത് നീളത്തിൽ അരിഞ്ഞതാണ്, ഇങ്ങനെ നീളമായിട്ട് അരിഞ്ഞതാണ്. അത് നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്യുക. എൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ കറിവേപ്പിലയും കൂടെ ഇട്ടേക്കാം. ഇതിപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു വർഷം ആവുന്നു ഈ ഇതിന് മുമ്പത്തെ എൻ്റെ വീഡിയോ വന്നിട്ട്. അപ്പം കുറച്ച് സുഹൃത്തുക്കളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഇത് ഈ ബീഫ് ഫ്രൈ അല്ലെങ്കിൽ ഇറച്ചി വലത്തിയത്, ബീഫ് വലത്തിയത് അതുകൊണ്ടാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ആ ജിഞ്ചറും ഗാർലിക്കുമാണ്. അത് ഇതില്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് യൂസ് ചെയ്താലും മതി. പക്ഷെ നമ്മൾ സാധാരണ നാടൻ രീതി ചെയ്യുവാണെങ്കിൽ അത്രയും കറിക്ക് അത്രയും ടേസ്റ്റ് കൂടും. അതൊരു ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ യൂസ് ചെയ്യുവാണ്. നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു നല്ലൊരു സ്മെല്ലാണ്. ഇപ്പം ഏകദേശം ഒരു ബ്രൗൺ കളറായി. പ്രണവ് ഒന്ന് കാണിച്ചു. ഇന്ന് നമ്മുടെ ക്യാമറമാൻ്റെ പേര് പ്രണവ് എന്നാണ് കേട്ടോ.
കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ക്യാമറാമാൻ മിയാപ്പി ആയിരുന്നു, ഈ പ്രാവശ്യം നമ്മുടെ പ്രണവമാണ്. ഇത് നമ്മളൊരു ഫോണിൽ തന്നെ ആട്ടോ എടുക്കുന്നത്. ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുടയിലാണ്, തൃശ്ശൂരുള്ള ഇരിഞ്ഞാലക്കുടയിലാണ്. ഇപ്പൊ ഏകദേശം അത് വാടി. ഇപ്പൊ നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിനി ആ പൊടി ആ എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ പൊടി ഇടുമ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാകാം. ആദ്യം മല്ലിപ്പൊടിയാണ്, അതൊരു സ്പൂൺ, ഇച്ചിരിയും കൂടി ഇടാം. പിന്നെ ഗരം മസാല നമ്മൾ കുറച്ചിട്ടാൽ മതി. ഇത്രയും ഒരു ½ ടീസ്പൂൺ എന്നൊക്കെ പറയാം, അത്ര ഇടാം. മഞ്ഞൾപ്പൊടി അത് അതേപോലെ തന്നെ ഇച്ചിരി കൂടി ആവശ്യത്തിന് പാകമായിട്ട്. പിന്നെ മുളക് പൊടിയാണ്. ഈ എരിവൊക്കെ ആവശ്യമുള്ളവർക്ക് അതനുസരിച്ച് കൂട്ടുക കുറയ്ക്കുക എന്തെങ്കിലും ചെയ്യാം. അപ്പം ഞാനൊരു 1.5 സ്പൂണാണ് മുളക് ഇടുന്നത്. ഒത്തിരി കൂടിയാലും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഒരു ½ ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി. എനിക്ക് ഈ കുരുമുളകൊക്കെ ഇത്തിരി കറിക്കകത്തൊക്കെ എനിക്ക് ഇത്തിരി ഇഷ്ടമുള്ളതാണ്, അതുകൊണ്ട് ഞാനാണെങ്കിൽ ഇച്ചിരി കൂടുതലൊക്കെ ഇടും. പ്രണവ് സാറിന് കുരുമുളകൊന്നും അത്ര ഇഷ്ടമല്ല. നമ്മുടെ നിയാറിനെ പോലെ എരിവൊന്നും വലിയ താല്പര്യമില്ലാത്തതാണ്. പിന്നെ നമ്മുടെ മീറ്റ് മസാല, ഇത് മീറ്റ് മസാല ആവശ്യത്തിന് ഒരു സ്പൂൺ ഇച്ചിരിയും കൂടെ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ചെറുതായിട്ട് ചൂടാക്കാം. ഇനി നമ്മുടെ ഗ്യാസ് ഓൺ ചെയ്യണം. അതൊന്ന് ചെറുതായിട്ട് ചൂടാക്കണം, ഒത്തിരി ഇതാക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാ. ഇത് നമുക്കിപ്പം ആദ്യം തന്നെ ഈ പൊടികളെല്ലാം ചൂടാക്കിയിട്ട് നമ്മൾ ഇറച്ചി പുരട്ടി വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഇതേപോലെ നമ്മൾ സവോളെല്ലാം വാട്ടി എല്ലാം കഴിഞ്ഞിട്ട് അതിനകത്തൊരു മിക്സ് ചെയ്താലും നല്ലതായിരിക്കും. അതാണ് ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടും. അത് ആ മുളകൊക്കെ അതിനകത്ത് പിടിക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. ഇതിപ്പോൾ നമ്മൾ മൂക്കുന്നതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി. അത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ഒത്തിരി ഇതാക്കല്, കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ കറി കംപ്ലീറ്റ് കുളമാവും. നമ്മളത് പുരട്ടി. ഇനി നമ്മുടെ ഉപ്പാണ്. ഉപ്പ് ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ആവശ്യത്തിന് ഞാനത് ഒരു ഇത്രയും ഇടുന്നു. വേണമെങ്കിൽ നമുക്ക് രണ്ടാമത് ചേർക്കാം. ഉപ്പ് കൂടിയ നമ്മുടെ കറി കംപ്ലീറ്റ് പോകാം. ഉപ്പ് ഇട്ട് നമ്മൾ ഇളക്കുക. നമ്മൾ ഉപ്പിടുമ്പോൾ നമ്മൾ ഇത് മാത്രമുള്ളതല്ല, നമ്മൾ ഇറച്ചിക്കും കൂടെ ആവശ്യമുള്ള അത്ര ഉപ്പാണ് നമ്മളിപ്പം ഇടുന്നത്. ഇനി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ രണ്ടാമത് ചേർക്കാം. കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഏകദേശം അത് ഇങ്ങനെ ആയി, ഏകദേശം ഇത് ഇതേപോലെ ആയി. കാണാൻ ക്ലോസ് ആയി. ഇപ്പം ഇത് ഞാൻ ഓഫ് ചെയ്യുകയാണ്. ഇത് ഓഫ് ചെയ്ത് നമ്മുടെ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ പോത്തിറച്ചിയായി യൂസ് ചെയ്യുന്നു. പോത്തിറച്ചിയാണ് യൂസ് ചെയ്യുന്നത്. 1 കിലോ പോത്തിറച്ചി. അത് കഴിഞ്ഞാൽ നമ്മളത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക.
മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിപ്പം കാണുന്ന അവർക്ക് വേണ്ടിയിട്ട്, അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനകത്ത് ചെയ്ത്. ഇല്ലെങ്കിൽ നമുക്കത് നേരെ കുക്കറിനകത്ത് ചെയ്താൽ മതി. ബീഫ് അതിനകത്തിട്ട് പുരട്ടി കഴിഞ്ഞിട്ട് നമ്മൾ കുക്കർ സാധാരണ അടച്ച് വേവിക്കുക. അതൊരു 6 വിസിലൊക്കെ അടിക്കുക. ഇറച്ചിയുടെ വേവ് അനുസരിച്ച് 6 വിസിൽ, ചിലത് 5 വിസിലായിരിക്കും. ഓരോരുത്തർ ഇതനുസരിച്ച് ഒത്തിരി വേണ്ടവർക്ക് അത് കൂടുതൽ വിസിലാകാം. പക്ഷേ ഇതാകുമ്പോൾ 6 വിസിൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കറക്റ്റ് വേവ്. അപ്പോൾ അതേപോലെ ചെയ്യാം. ഇത് നമുക്ക് കുക്കറിനകത്താക്കാം. കുക്കറിലോട്ട് ഇടുന്നതിന് മുമ്പ് വെറുതെ വേണം ചെറുതായിട്ട് ഇച്ചിരി ഒരു സ്വല്പം എണ്ണ ഇച്ചിരി, അത് ജസ്റ്റ് ഒന്ന് ഇതാകാൻ വേണ്ടിയിട്ട് മാത്രം. അത് ജസ്റ്റ് ഒന്ന് പാത്രം ഇതാക്കുക. പിന്നെ അത് കുക്കറിനകത്തോട്ട് അതിനെ ഇടുക. ചൂടായിട്ടില്ല, ഓൾറെഡി ചൂടാവും. തീ കുറച്ച് വയ്ക്കുവാണ്. അതായത് നമ്മൾ അതൊരു ഇട്ട് കഴിഞ്ഞിട്ട് പ്രൊഫഷണൽസ് ഒന്നും അല്ല. അപ്പം നമുക്ക് എല്ലാ സാധനമൊക്കെ നമ്മൾ സാധാരണ വീട്ടിലുള്ള ഇതെല്ലാം വെച്ചിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പം പിന്നെ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരു സ്വല്പം വെള്ളം എന്ന് പറഞ്ഞാൽ അത് മറ്റേതായത് ചെയ്തുകൊണ്ട് മാത്രം. ശരിക്കും പറഞ്ഞാൽ ഈ ഇറച്ചിയിൽ തന്നെ വെള്ളം സാധാരണ നമ്മൾ കുക്കറിൽ ഇതാക്കുമ്പോൾ ഇറങ്ങിക്കോളും. ഇച്ചിരി വെള്ളം ഒഴിച്ചോളേ. ഇത് വെന്ത് കഴിയുമ്പോൾ കുക്കറിനകത്തൊക്കെ വെള്ളമായിരിക്കും. അതാണ് പറഞ്ഞത്, കാണിച്ചു തരാം. നമ്മളിനി കുക്കർ അടയ്ക്കാൻ പോവാണ്. ഇപ്പം അടയ്ക്കുന്നതിന് തൊട്ട് മുമ്പേ ഒരു ഇത്തിരി വിനാഗിരി യൂസ് ചെയ്തവരാണെങ്കിൽ ഒരു തക്കാളി എന്തെങ്കിലും മതി. നമ്മളതിങ്ങനെ ചുമ്മാ ജസ്റ്റ് ഒരു സ്വല്പം കൂടെ ഒരു തൃപ്തിക്ക്. ഓക്കെ, ഒന്ന് ഇളക്കുക. കുക്കർ ഇളക്കി ഈ നമ്മൾ കൂട്ടുവാണ്. ഈ കുക്കർ മൂളണം. മൂടി ഒരു 6 വിസിൽ 6 വിസിൽ മതിയാവും. 6 വിസിൽ കഴിയുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യും. പിന്നെ എയർ പോയി കഴിയുമ്പോൾ നമ്മൾ തുറക്കും. അപ്പോൾ നമ്മൾ അത് വേകാനായിട്ട് വിടുക. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. ഇപ്പം ഒരു 6 വിസിൽ അടിച്ചിട്ടുണ്ട്. നമ്മളത് ഓഫ് ചെയ്യുവാണ്. ഓഫ് ചെയ്തിട്ട് അതിൻ്റെ എയർ പോകാനായിട്ട് നമ്മൾ വെച്ചേക്കുവാണ്. എയർ പോകാൻ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുക്കർ തുറക്കാം. നമ്മൾ ഓൾമോസ്റ്റ് എയർ പോയി. ഇപ്പോൾ എയർ പോയാൽ നോക്കാനായിട്ട് ജസ്റ്റ് ഈ വിസിലൊന്ന് പൊക്കി നോക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് കുക്കർ തുറക്കുമ്പോൾ എയർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ സേഫായിട്ട് ചെയ്യാൻ നോക്കുക. ഏകദേശം ഇങ്ങനെയായി. ഇങ്ങനെ ചെയ്യണം. എന്നിട്ട് അതിനകത്ത് വെള്ളമുണ്ട്. നമ്മൾ നല്ല സ്മെല്ലാണ് വരുന്നത്.
ഉലർത്താനുള്ള പരിപാടിയിലേക്ക് പോകാം. നമ്മുടെ ക്യാമറമാൻ ഉപ്പ് നോക്കാനാണ്. ഞാൻ നോയമ്പായതുകൊണ്ട് എനിക്ക് നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ക്യാമറമാനെ കൊടുക്കാം. നോക്കി ഉപ്പ് വേണം ഇനി വേണ്ട, വെന്തിട്ടുണ്ടോ കറക്റ്റായിട്ട്? അപ്പോൾ ക്യാമറമാൻ പറയുന്ന ഉപ്പെല്ലാം കറക്റ്റാണെന്നാണ്. അപ്പോൾ ഓക്കെ. ഇതിപ്പോൾ ഒരു സെമി ഗ്രേവി പരുവാണ്. ഇപ്പം ഇങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലാതെ നമ്മൾ ഡീപ്പ് ഫ്രൈ ആയിട്ട് വേണമെങ്കിൽ ഇത് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യാനാണ് പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് പോവാം. അപ്പം നമുക്ക് അതിന് വേണ്ടത് ഒരു ചെറിയൊരു ചീനച്ചട്ടി പോലത്തെ എന്തെങ്കിലും, പിന്നെ കുറച്ച് സവോള, അതായത് ഉള്ളി, നമ്മളെ ചെറിയ ഉള്ളി, ചുവന്നുള്ളി, അതെടുക്കുക. കുറച്ച് ഉണിയനും ഉണ്ട്. ഉണിയൻ വേണമെങ്കിൽ മതി, വേണ്ടെങ്കിൽ അത് വേണ്ടെന്ന് വയ്ക്കാം. പിന്നെ വേണമെങ്കിൽ ഇച്ചിരി കറിവേപ്പില എടുക്കാം. ഇച്ചിരി കറിവേപ്പില നമ്മൾ ആ ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓയിൽ എന്ന് പറഞ്ഞാൽ കോക്കനട്ട് ഓയിലാണ് ഏറ്റവും നല്ലത് ടേസ്റ്റ്. പക്ഷേ ഇത് നമ്മുടെ ഹെൽത്തിന് നല്ലത് ഇങ്ങനത്തെ എന്തെങ്കിലും ഒലിവ് ഓയിൽ അങ്ങനത്തെ എന്തെങ്കിലും ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പോൾ അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇത് ചേർക്കാം. നമ്മുടെ എണ്ണ ചൂടായി. അപ്പം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇടുക. കുറച്ച് ഉണയും മതി, ഇത്തിരി കൂടുതലാണ്. നമ്മൾ കുറച്ച് ഉണയും ഇട്ട് അതൊന്ന് ജസ്റ്റ് നമ്മൾ ഇതാക്കാൻ പോകും. ഒന്ന് നല്ലപോലെ മുരിക്കുക. നല്ലപോലെ മുരിക എന്ന് പറഞ്ഞാൽ നല്ലപോലെ ഇതാവുക, ഒരു നല്ല ബ്രൗൺ ആവുക. ഈ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ബീഫ് നമുക്ക് ബ്രെഡിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. ബ്രെഡ്, ചപ്പാത്തി എന്താണെങ്കിലും കഴിക്കാം. പണ്ട് പറഞ്ഞ പോലെ കള്ളിൻ്റെ കൂടെ കഴിക്കാം. പക്ഷെ ഞാൻ കള്ളുകൂടിയില്ല കേട്ടോ. നമ്മുടെ ആ ഉള്ളി നമ്മളിട്ടത് ഇതേപോലെ ആയി കഴിയുമ്പോൾ കുറച്ച് നമ്മൾ കറിവേപ്പില ഇട്ടു. ജസ്റ്റ് കറിവേപ്പില ഇതാകാനായിട്ട് ഒത്തിരി ടൈം വേണ്ട. അതാണ് നമ്മൾ ഏറ്റവും അവസാനം. ഉള്ളി നല്ല ബ്രൗൺ ആയി, കരിയാൻ പാടില്ല. കരിയാതെ നല്ല ബ്രൗൺ ആയി കഴിയുമ്പോൾ കറിവേപ്പില ഇട്ടു. ഇനി നമ്മൾ തീ സിമ്പിളിട്ട് നമ്മൾ ആ ബീഫ് ഇതിനകത്തോട്ട് ഇതാ. നല്ലപോലെ ഇളക്കുക. എനിക്ക് നോമ്പായതുകൊണ്ട് എനിക്കത് രുചിച്ച് നോക്കാൻ പറ്റത്തില്ല. ഞാൻ ഈസ്റ്ററിൻ്റെ നോയമ്പിലാണ്. അതുകൊണ്ട് നമ്മുടെ ക്യാമറാമാൻ തന്നെയാണ് രുചിച്ച് നോക്കിയിട്ട് എല്ലാം ഓക്കെയാന്ന് പറഞ്ഞത്. സ്വല്പം ഉപ്പ് കുറവാണെന്ന് പറഞ്ഞായിരുന്നു. നമ്മളത് രണ്ടാമത് ഇച്ചിരി ഉപ്പ് ചേർത്തു. ഇനി നമുക്ക് തീ കൂട്ടി വയ്ക്കാം. തീ കൂട്ടി വെച്ചിട്ട് നല്ലപോലെ മാക്സിമം ഡ്രൈ ആക്കി കഴിഞ്ഞാൽ, പിന്നെ ഓരോരുത്തരും ഇഷ്ടം. മാക്സിമം ഡ്രൈ ആക്കേണ്ടവർക്ക് ഡ്രൈ ആക്കാം. ചിലവർക്ക് ഇങ്ങനെ സെമി ഗ്രേവി പോലെ ആയിരിക്കും ചിലപ്പോൾ ഇഷ്ടം. ഇത് ഞാൻ വേണമെങ്കിൽ മാക്സിമം ഡ്രൈ ആക്കും. ഒരു നമ്മുടെ ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കിട്ടുന്ന നമ്മുടെ ബീഫ് ഹൗസിലില്ല, അതേപോലെ ആ ഒരു പരുവാണ് നമുക്ക്. എല്ലാ കല്യാണത്തിനും പോലൊന്നും കിട്ടത്തില്ല, ചില കല്യാണത്തിന് നല്ല ബീഫ് ഹൗസിൽ കിട്ടും. എൻ്റെ മമ്മി നല്ലപോലെ ബീഫ് ഹൗസിൽ ഉണ്ടാകും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര കലിപ്പായത്. എൻ്റെ ഈ പ്രാവശ്യം എൻ്റെ മമ്മി നല്ലപോലെ ബീഫ് ഉണ്ടാകും. നമ്മുടെ ബീഫ് ഒരുമാതിരി ഡ്രൈ ആകാൻ തുടങ്ങി. ഒരുമാതിരി അല്ല, അത്യാവശ്യം നല്ലപോലെ ഡ്രൈ ആയി. ഇനിയും നല്ലപോലെ ഡ്രൈ ആക്കാം. ടൈം എടുത്ത് ഡ്രൈ ആക്കും തോറും ചെയ്യുമ്പോൾ ആ ഒരു ഇത് കിട്ടും, ടേസ്റ്റ് കിട്ടും. ഞാൻ പറഞ്ഞില്ല, ഇതേപോലെ ഇത് ഇത്തിരി എളുപ്പം ചെയ്യാം. നമുക്ക് കണ്ടു കഴിഞ്ഞാലും ഉടനെ ചെയ്യാൻ പറ്റില്ല. ഇതേപോലെ തന്നെ ഉള്ളു. പോർക്കൊക്കെ ഇത്ര തന്നെ ഉള്ളു, ചെറിയൊരു വ്യത്യാസമാണ്, അത്രേ ഉള്ളൂ. നമ്മൾ കുക്കറാണേലും അത്രയും വിസിലൊന്നും അടുപ്പിക്കേണ്ടതേ ഉള്ളൂ. പോർക്കൊക്കെ ഒത്തിരി വിസിലടിച്ച് കഴിഞ്ഞാൽ വെന്ത്
ഒരു ഇതായി പോകും. എന്നാൽ അത് ആവശ്യത്തിന് വേഗം വേണം. എന്തിട്ടെങ്കിൽ എന്തോ വയറിനൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്ന് പറയും, എനിക്കറിയില്ല. പക്ഷേ ഇത് അത്യാവശ്യം നല്ലപോലെ ഇതായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അത്യാവശ്യം നല്ലൊരു കളർ സ്മെല്ലൊക്കെ ഉണ്ട്. ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക്. ഈസ്റ്റർ കഴിഞ്ഞാലേ ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ബീഫ് ഒലത്തിയത് റെഡിയായി. അപ്പം ഇനി ഇത് നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഇത്തിരി കാച്ചിയ മോരും ഇത്തിരി ക്യാബേജ് തോരനും ഇത്തിരി മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ായിട്ട് കഴിക്കാം. ഇല്ലാതെ വേണമെങ്കിൽ വേറെ എന്ത് ബ്രെഡിൻ്റെ കൂടെ അല്ല ചപ്പാത്തിയുടെ കൂടെ എന്ത് വേണമെങ്കിലും കഴിക്കാം. അപ്പം അടുത്ത എന്തെങ്കിലും ആയിട്ട് ഞാൻ ഇനിയും വരുന്നുണ്ട്. ഓക്കെ, സീ യു, ബൈ.